ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ വന്നിരിക്കുന്നത് കോമാച്ചി പാർക്കിലേക്കാണ്. വയനാട് മാനന്തവാടിയാണ് ഇതുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫോട്ടോഗ്രാഫി തീം പാർക്ക് കൂടിയാണിത്. ഞങ്ങൾ AIC ആക്റ്റീവ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും കൂടി വന്നതാണ്. ഇവിടെ മെയിനായിട്ടും ഫോട്ടോഷൂട്ടിങ്ങിനുള്ളതാണുള്ളത്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയത് കാരണം ക്രിസ്മസ് ട്രീയും സാന്റാക്ലോസൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ടും ഫോട്ടോസ് എടുത്തു. ഇതുപോലെ മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ട്രെയിനാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. പൈസ ഒന്നും വേണ്ട. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ബേഡ്സിനൊക്കെ ഫുഡ് കൊടുക്കാൻ നമ്മുടെ കൈ ഇങ്ങനെ കൊടുത്താൽ മതി, ഇതിൻ്റെ സീഡായിട്ട്. അപ്പം അത് വന്നിങ്ങനെ തിന്നോളും. പിന്നെ ഞാൻ ഈ ഒരു ഡ്രാഗണിലും കയറി, ഞാനും എൻ്റെ ഉമ്മയും. വിചാരിക്കണ പോലെ ഒന്നുമല്ല, നല്ലൊരു സ്ഥലമാണ് കോമാച്ചി റിസോർട്ട്. പിന്നെ ഇവിടെ നമുക്ക് വന്ന് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എൻ്റെ ഇക്കാമാരുടെ കയ്യിലൊക്കെ വന്നു. ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. നല്ല സ്പേസ് ഉണ്ട്. ഫോട്ടോനാണ് ഇവിടെ പ്രധാനം. ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പേസ് ഉണ്ട് ഇവിടെ. ഞാൻ എൻ്റെ കൈ വന്നിരിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി എൻ്റെ ഉപ്പാൻ്റെ കൈൻ്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയി വെച്ചു. പക്ഷെ എൻ്റെ കൈ വന്നിരിക്കണില്ല. പിന്നെ ഇരുന്നാലും എനിക്ക് പേടിയാണ്. അങ്ങനെ ഞങ്ങൾ ബേഡ്സിനൊക്കെ ഫുഡ് കൊടുത്ത് ഞങ്ങൾ അവിടെ എന്തെങ്കിലും കയറാൻ പറ്റുന്നുണ്ടോ നോക്കി. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടേക്ക് വന്നു. ഇവിടെ ഡ്രസ്സൊക്കെ ഇടാം. ഇവിടെ കുറേ തരം ഡ്രസ്സൊക്കെ വരുന്നത്. ആ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാം നമുക്ക്. നല്ല അടിപൊളിയാണ്. ഇതൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സ്പേസാണ്. ആ ഡ്രസ്സ് ഇട്ടിട്ടും ഇടാണ്ട്. ആ ഡ്രസ്സ് ഇടാൻ ഫ്രീ ആണ്. അതുപോലെ കുറേ ആൾക്കാരുടെ ഡ്രസ്സുണ്ട്. കുറേ പ്രായമുള്ള ആൾക്കാരുടെ ഡ്രസ്സുണ്ട് ഇവിടെ. ഇതൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സ്പേസാണ്. ഞങ്ങൾ വരുമ്പോൾ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊക്കെ പറ്റിയൊരു പ്ലേസാണ് ഈ കോമാച്ചി പാർക്ക്. ഇതൊക്കെ ഓരോരുത്തരും വരയ്ക്കുന്ന ചിത്രങ്ങളാണ് അവിടെ കാണുന്നതൊക്കെ. അടിപൊളിയാണ്. പിന്നെ ഇവിടെ പൂക്കളായിട്ടുള്ള സിങ്ങുണ്ട്. അത് അവിടെ ഉള്ളതൊക്കെ വരയ്ക്കുന്നതാണ്. ഇതൊക്കെ ആൾക്കാർ വരച്ച ചിത്രങ്ങളാണ് ഫ്രണ്ട്സ്. ഇതൊക്കെ ആൾക്കാർ വരയ്ക്കുന്നതാണ്. ഇത് തേയിലത്തോട്ടം ഇവിടെ ഉണ്ട്. തേയിലത്തോട്ടമാണ് മെയിൻ ഫോട്ടോ എടുക്കാൻ. ഞാൻ അവിടെയൊക്കെ കയറി ഫോട്ടോ എടുത്തു ഫ്രണ്ട്സ്. പിന്നെ 2-3 വീഡിയോയും എടുത്തു, റീൽസ്. ഇതിന് വേറെ വഴിയുണ്ട്. ഞങ്ങൾ ഷോർട്ട് കട്ടിൽ കൂടെയാണ് പോയി. ഇവിടെ ഒരു മാൻ നിൽക്കണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തു. അങ്ങനെ ഇവിടെ ഒരു തോണി ഉണ്ടായിരുന്നു. തോണിയിലും കയറി. ഇവിടെ ആനൊക്കെ ഉണ്ട്. ആ ആനേൻ്റെ അടുത്തൊക്കെ പോയി നമുക്ക് ഫോട്ടോ എടുക്കാം. അതാ ട്രീ ഹൗസ്. ഞാൻ ട്രീ ഹൗസിലൊക്കെ കയറി. ഞാൻ ട്രീ ഹൗസിലേക്ക് കയറാൻ പോവുകയാണ്. ഇത് ടൈഗർ. ഇതിൻ്റെ ഒപ്പം നിന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തു.
ഒടുക്കത്തെ വെയിലാർന്ന സമയത്ത് അതാ ഞാൻ കൈ അങ്ങനെ നോക്കിയത്. ഇതാ ആന. ഇതിൻ്റെ ഒപ്പം നിന്നിട്ട് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഈ ആന ഒറിജിനലാണ് വിചാരിച്ചു, പക്ഷെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഇവിടെ പിന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഊഞ്ഞാലും ആ ഫ്ലവറൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളതാണ്. അതുപോലെ ആ കാറും ഒക്കെ. ഇതൊരു പഴയ കാർ. ഇതിൻ്റെ ഉള്ളത്തെ സീറ്റൊക്കെ പൊട്ടിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. പിന്നെ ആ പാരറ്റൊക്കെ ആൾക്കാർ വരക്കുന്നതാണ്. എന്താ കുതിര ഉണ്ടായിരുന്നു. ഞങ്ങൾ കുതിരയിലൊന്നും കയറിയില്ല. എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ കയറിയില്ല. പിന്നെ അവിടെ സ്കേറ്റിംഗ് ഷൂ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഫ്രീ ആണ് അല്ലേ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് കയറിയില്ല. ഇതൊക്കെ ആൾക്കാർ വരക്കണ ചിത്രങ്ങളാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൂടെ വന്നതാണ്, പക്ഷെ ഞങ്ങൾ ഫാമിലി ആയിട്ടും കൂടിയിട്ടാണ് വന്നത്. നല്ല എൻജോയ് ആയിരുന്നു ഇവിടെയൊക്കെ. അതൊക്കെ ഓരോ പഴയ ഫോട്ടോകളാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾ ഈ ഒരു ക്യാമറ ഇതൊക്കെ പോയി. ഈ ഭാഗത്തുള്ളത് മൊത്തം പഴയ ക്യാമറകളാണ് ഫ്രണ്ട്സ്. ഈ പുതിയ ക്യാമറകളും പഴയ ക്യാമറകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ മുന്നൊന്നും കണ്ടിട്ടില്ല. ഇത് പണ്ടത്തെ കാലത്ത് ക്യാമറകളൊക്കെ ഇതിലുണ്ട്. ഈ ക്യാമറയായിട്ട് ഫോട്ടോ എടുത്തതും ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് പലക കൊണ്ടുണ്ടാക്കിയ ക്യാമറയാണ് ഫ്രണ്ട്സ്. ആ ക്യാമറയെ കുറിച്ചിട്ട് അവൾ തന്നെ വിശദീകരണമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്തു കാണുമ്പോൾ. പിന്നെ ഇവിടെ VR എക്സ്പ്രഷൻ ഉണ്ട്, അതിന് ഫ്രീ ആണ്. ഞാൻ അതിലൊന്നും കയറിയില്ല. പിന്നെ ഞാനൊരു റീലെടുത്തു, അതാണിത്. എൻ്റെ റീൽ ഇഷ്ടമായ പറയണം കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ അവിടെ നിന്ന് എടുത്ത കുറേ വീഡിയോസ്. ഇവിടെ നല്ലൊരു വ്യൂ ആണ്, എല്ലാവരും ഇങ്ങോട്ട് വരണം. ഇവിടെ ബാക്കിൽ ട്രീ ഹൗസ് ഉണ്ട്. അപ്പോൾ ബൈ.